ചുരത്തിൽ ട്രാവലർ അപകടത്തിൽപ്പെട്ടതിന്റെ കാരണം ബ്രേക്കിനുണ്ടായ തകരാറാണെന്നാണ് തമിഴ്നാട് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചുരത്തിലെ 27 വളവുകൾ ഇറങ്ങിയ ശേഷം ബ്രേക്ക് സംവിധാനം ചൂടായി തകരാറിലായിരിക്കാം. ഗിയറിൽ വണ്ടി നിർത്താനുള്ള ശ്രമവും പരാജയപ്പെട്ടു. കൽഭിത്തിയിൽ സ്ഥാപിച്ച ഇരുമ്പ് തൂണുകൾ തകർത്ത് 800 അടി താഴ്ചയിലേക്ക് വണ്ടി വീണു. പാറയിടുക്കിൽ 5 തവണ വണ്ടി കരണം. ഈ ഒരു വീഡിയോനെ മുൻനിർത്തിക്കൊണ്ട് ഇവിടുത്തെ ചില വണ്ടി മുതലാളിമാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പലപ്പോഴും ഞാനും നാട്ടില് പല ആളുകളുടെ കീഴിൽ അവരുടെ വണ്ടിയൊക്കെ ഓടിച്ച് ഡ്രൈവർ പണി എടുത്ത് ജീവിച്ച ഒരാളാണ്. അപ്പൊ എന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ചില മുതലാളിമാരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പലപ്പോഴും ഡ്രൈവർമാര് വണ്ടിക്ക് ഇന്ന കംപ്ലൈന്റ് ഉണ്ട് അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നേരെയാക്കാതെ തള്ളി വിടുന്ന കുറെ മുതലാളിമാരെ കീഴിൽ പണിയെടുത്ത ഒരു മനുഷ്യനാണ് ഞാൻ. പലപ്പോഴും അങ്ങനെ ഒരു അവസ്ഥ അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോ ബ്രേക്ക് പാഡിന്റെയോ മറ്റ് എന്ത് ടെക്നിക്കലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ പരമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾ ഒരു ഡ്രൈവർ നിങ്ങളോട് വന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അത് ശരിയാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഒരു അപകടം നമ്മുടെ നാട്ടില് സംഭവിച്ചതിന് ശേഷം ബോധോദയം ഉണ്ടായാൽ പോരാ. ഒരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലാണ് മുതലാളിമാര് എന്നുള്ള ലെവലില് നിങ്ങൾ എടുക്കേണ്ടത്. പലപ്പോഴും ഈ ഒരു അനുഭവം മറ്റൊരാളുടെ കീഴിൽ ഡ്രൈവർ പണി എടുക്കുന്ന ഒരു ഡ്രൈവർ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾ ഈ ഒരു അനുഭവം അനുഭവിച്ചിട്ടുണ്ടാവും. ഡ്രൈവർ എന്തെങ്കിലും കാര്യമായിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞാൽ പോലും അത് ചെവി കൊള്ളാത്ത ഒരുപാട് മുതലാളിമാര് നമ്മളെ നാട്ടിലുണ്ട്. ഇത് ഇപ്പൊ ഈ ഒരു അപകടം മുതലാളിയുടെ അശ്രദ്ധ കൊണ്ട് ഉണ്ടായി എന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇത് പറയാൻ വേണ്ടി ആ ഒരു വീഡിയോനെ ഹുക്കായിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പലപ്പോഴും ഈ ലോങ് ഡ്രൈവ് പോകുന്ന ഡ്രൈവർമാര് പലപ്പോഴും ചിലപ്പോ ഒരു ട്രിപ്പൊക്കെ ഒരു ലോങ് ട്രിപ്പൊക്കെ കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ചിലപ്പോ മുതലാളിയോട് പറയും എനിക്ക് ഒരു ദിവസം റെസ്റ്റ് വേണം എന്ന് പറയുമ്പോ പല മുതലാളിമാരും പറയും ഇപ്പൊ സീസൺ സമയമാണ് ഇപ്പൊ ഈ റെസ്റ്റ് എടുത്താ എങ്ങനെ നീ ഓട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും പല ഡ്രൈവർമാരെയും പല മുതലാളിമാര് തള്ളി വിടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഡ്രൈവർക്ക് ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ ശാരീരികപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ചെവി കൊള്ളാതെ ഇപ്പൊ സീസണിന്റെ സമയമല്ലേ ഇപ്പൊ പോയേ പറ്റുള്ളൂ എന്ന് പ്രഷർ കൊടുത്ത് പറഞ്ഞയക്കുന്ന ഒരുപാട് മുതലാളിമാരുണ്ട്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 2, 3, 4, 5, 10 വണ്ടിയൊക്കെ ഉള്ള ഒരു മുതലാളിയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു ഡ്രൈവർക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ അതിന് പകരം അയക്കാനുള്ള ഒരു ഡ്രൈവറെ കണ്ടെത്തണം. അതല്ലെങ്കിൽ നിങ്ങൾ സ്വയം പോവാനുള്ള പ്രാപ്തിയിലേക്ക് നിങ്ങൾ ഈ ഒരു പ്രൊഫഷനെ പഠിച്ചെടുക്കെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് പറഞ്ഞ പോലെ ഒരുപാട് യാത്രക്കാരായിട്ട് പോകുന്ന ഡ്രൈവർമാർ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചതിന് ശേഷം ബോധോദയം ഉണ്ടായാൽ പോരാ. അപകടം ഉണ്ടാവുന്നതിന് മുന്നേ മുൻകരുതലുകൾ എടുക്കണം. എന്നെ ഡ്രൈവിംഗ് പണി പഠിപ്പിച്ച എന്റെ ആശാൻ തന്നെ പറയലുണ്ട്, ഒരു മുടിവണ്ണം വലുപ്പത്തിലുള്ള ഒരു സാധനത്തിന്റെ മേലെയാണ് ഇത് പോകുന്നത് ജലീലെ. ബുക്കിംഗ് കൊണ്ട് വണ്ടി ഓടിക്കണം എന്ന് എന്റെ ആശാൻ എനിക്ക് ഇഷ്ടംപോലെ വട്ടം ഉപദേശം നൽകിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്റെ ഭാഗ്യം കൊണ്ടാണോ എന്റെ ആശാന്റെ ഗുരുത്തം കൊണ്ടാണോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേട്ടതിന്റെ പേരിലാണോ എന്നറിയില്ല, ഇത്ര വർഷത്തിന്റെ ഇടയ്ക്ക് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, കണ്ണീരിൽ ആഴ്ത്തുന്ന രീതിയിലൊന്നുമുള്ള ഒരു തിരിച്ചുവരവ്, വീട്ടിലേക്ക് ഒരു മടക്ക യാത്ര വീട്ടുകാർക്ക് സമ്മാനിക്കാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. മുതലാളിമാരോട് ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ. അതിപ്പോ ചെറിയ ട്രക്ക് ആയിക്കോട്ടെ, മിനി ട്രക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ ലോറികളായിക്കോട്ടെ, എക്യുപ്മെന്റ് ആയിട്ടുള്ള വണ്ടികളായിക്കോട്ടെ, എല്ലാ രീതിയിലും പണിയെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. SUV മുതൽ ടിപ്പർ മുതൽ ഇങ്ങനെ എല്ലാം ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പല ആളുകളുടെ കീഴിലും പണിയെടുത്തിട്ടുണ്ട്. പലരും ആ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഓണറോട് ഇങ്ങനെ പറയുമ്പോൾ പലതും ഗൗനിക്കാതെ തള്ളി വിടുന്ന ഒരുപാട് മുതലാളിമാരെ കീഴിൽ പണിയെടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് മുതലാളിമാരെ കീഴിൽ പണിയെടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ആ മാറ്റങ്ങളൊന്നും ഇപ്പോഴും പല മുതലാളിമാർക്കും ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയ്ക്ക് വരെ എത്തിയത്. ചിലപ്പോൾ ആളുകൾ പറയും ഒരു വണ്ടി കൊണ്ടെടുക്കണോനെ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ, അടവടക്കണം, മെയിൻ്റെനൻസ് നോക്കണം, ബത്ത കൊടുക്കണം, സാലറി കൊടുക്കണം, കൂലി കൊടുക്കണം, എണ്ണ അടിക്കണം, ഒക്കെ ശരി തന്നെയാണ്. ഓക്കെ, നിങ്ങളെ ശരിയായിരിക്കാം. നിങ്ങളെ വണ്ടിയിൽ ട്രിപ്പ് വിളിക്കുന്ന യാത്രക്കാരൻ, ഇത് നിയന്ത്രിക്കുന്ന ഒരു ഡ്രൈവർ, ഇവരുടെ ജീവന് വിലയുണ്ടെന്നുള്ള ബോധം ഇങ്ങനെ ന്യായീകരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. ആ കല നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് രീതിയിൽ ഡ്രൈവ് ചെയ്യാനുള്ള അവസരം മുതലാളിമാരുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് അപകടങ്ങളിൽ നിന്നും ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട്
അപകടം വിളിച്ചു വരുത്തുന്ന പരിപാടിയിൽ നിന്നൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു അപകടം ഉണ്ടായതിനു ശേഷം ബോധോദയം ഉണ്ടായാൽ പോരാ, ഒരു അപകടം ഉണ്ടാവുന്നതിന് മുന്നെയാണ് നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത് എന്ന് പറയാണ്. ഡോക്ടർമാരോട് പറയാണ്, നിങ്ങൾ ഓട്ടുന്ന വണ്ടിക്ക് എന്ത് പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. സൈഡിൽ ഇരിക്കുന്നവനോ ഈ പറയുന്ന മുതലാളിക്കോ ഒന്നും അറിയില്ല. ആയിട്ടും ചെയ്യേണ്ട മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചിട്ടാണ് നിങ്ങളെ കൂടെ പല യാത്രക്കാരും വരുന്നത്. ജീവൻ നിങ്ങളുടെ കയ്യിലാണെന്നുള്ള ബോധം ഡ്രൈവ് ചെയ്യുന്ന ഓരോ മനുഷ്യനും വേണം. വണ്ടി ഓടിക്കുക, കൂടെ യാത്ര ചെയ്യുന്ന മറ്റ് യാത്രക്കാരുടെ ജീവനും വില കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ വണ്ടി ഓടിക്കണം. ഒരു അപകടം ഉണ്ടായതിനു ശേഷം വിലപിച്ചിട്ട് കാര്യമില്ല. അപകടമുണ്ടാവാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്.